എവിടെ പോ നമ്മള് നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയിട്ട് വരാം. ബൈ അല്ല ഹായ് ഹലോ അസ്സലാം വലൈക്കും. ഞാനും ആദ്യം കൂടിയിട്ട് ഇന്ന് കമേഴ്ഷ്യൽ സ്ട്രീറ്റ് തെണ്ടാൻ വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ അതാ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കുക്കുംബറെല്ലാം കട്ടാക്കി എടുത്തിന്. അവിടെ മെയിൻ എയിം ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഫുഡൊന്നും അവിടെ അത്ര രസമല്ല, അതുകൊണ്ട് നമ്മൾ ഇതെടുത്തിന്. അപ്പോൾ നമ്മൾ പോകുന്ന ബാഗിൽ എന്തൊക്കെയാണ് എടുത്തതെന്ന് കാണിക്കാം. ഇപ്പൊ കട്ടാക്കിയ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിന്, പിന്നെ അതാ കുറച്ച് ടിഷ്യൂ എടുത്തിട്ടുണ്ട്, പിന്നെ മെയിൻ നമ്മളെ ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ എന്റെ ഫോണിന്റെ ചാർജർ എടുത്തിന്, ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. രാവിലെ 10:30 ആകുമ്പോ ഇറങ്ങി നമ്മൾ. ഒന്നുമില്ല, ആരും അർജന്റാക്കി വിളിക്കാനും ഇല്ല, ഒന്നുമില്ല. വേണ്ടത്ര നേരത്തെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മാറ്റി ഒരുങ്ങിയിട്ട് പോകുന്നുണ്ട്. ലീവുള്ളതെന്നല്ല ആദ്യം നീക്കുമ്പോ തന്നെ 12 മണിയാവുമല്ലോ. ഇന്ന് നീച്ചിട്ടൊക്കെ കണ്ണെല്ലാം ഇതാ ഉറക്കം വരുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷെ പോകുന്ന കാര്യത്തിന്റെ എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് മാറ്റി ഒരുങ്ങി പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ ക്യാബ് വന്ന് നമ്മൾ ഉള്ളവിടുന്ന് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ദൂരം ഉണ്ട് അവിടത്തേക്ക്. അങ്ങനെ 11:15 ആകുമ്പോൾ നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി. ഇവിടെല്ലാം ഷോപ്പുകളെല്ലാം തുറന്ന് വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അടിപൊളി ബാഗെല്ലാം ഉള്ള ഒരു ഷോപ്പ് കണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇനിയിപ്പോൾ സ്കൂളിലേക്കെല്ലാം പോകാൻ നിൽക്കുകയാണ്. ഞാൻ ആദ്യം ഫസ്റ്റ് സ്കൂളിൽ പോകുമ്പോൾ ഇടുന്ന ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായി. അപ്പം അങ്ങനെ ദുവക്ക് ഒരു ബാഗ് വാങ്ങിയിട്ട് നടക്കുമ്പോൾ അതാ നല്ല നല്ല അടിപൊളി വാച്ചസ്, നല്ല വിന്റേജ് കളക്ഷൻസും എല്ലാം ഉണ്ട്. അവിടെ കയറിയിട്ടുണ്ടായി. ഞാൻ കഴിഞ്ഞല്ല 2-3 കൊല്ലം മുന്നേ ഇടുന്ന 2-3 വാച്ച് വാങ്ങിയിട്ടുണ്ടായി. ഇപ്പോഴും അതേപോലെ ഉണ്ട്. അങ്ങനെ റഫ് യൂസ് ഒന്നും ആക്കൂലല്ലോ, ഓഫീസ്ക്ക് മാത്രം ഇടാന്. വാച്ചിനെല്ലാം 250 ആന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് 4 എണ്ണം എടുത്തിട്ടുണ്ടായി. ആദ്യം 1 എടുത്തിന്, ഞാൻ 3 എണ്ണം എടുത്ത്. അപ്പൊ നമുക്ക് കുറച്ച് തന്നിട്ടുണ്ടായിനി. അവിടുന്ന് തന്നെ നമുക്ക് വേണ്ട സൈസിന് കട്ടലാക്കിയിട്ട് നെക്സ്റ്റ് പോകുമ്പോ അത് നല്ല അടിപൊളി ബാഗുകള് 150 റുപ്യ 200 റുപ്യ. അവിടെ നിറച്ചു ആളുണ്ടായി. പക്ഷെ എനിക്ക് കുറെ ബാഗ് ഉണ്ട്, ഞാൻ യൂസ് ആക്കണമില്ല, അതുകൊണ്ട് ആ സൈഡ് പോയിട്ടില്ല. പിന്നെ അത് തെരഞ്ഞാൽ നല്ല നല്ല ചെരുപ്പ് ഇട്ടണതിനെല്ലാം 100 റുപ്യ പറഞ്ഞിട്ട് നല്ല ക്രോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പീടികളെല്ലാം തുറന്നുകൊണ്ടുണ്ട്. നല്ല നല്ല കുർത്ത, ഷോർട്ട് കുർത്ത എല്ലാം. പിന്നെ ഇതൊന്നും ആവശ്യമില്ലെങ്കിലും വെറുതെ നോക്കുക, നല്ല ഡെക്കറേറ്റീവ് പ്ലാന്റ്സും ഇതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നടക്കുമ്പോൾ ഒരു ഷോപ്പിൽ എന്തെടുത്താലും 10 റുപ്യ 20 റുപ്യ 30 റുപ്യ എന്ന് കണ്ട് വെറുതെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എല്ലാം നോക്കിയിട്ട് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടുണ്ട്. ഇനി ഞാൻ ഓരോന്ന് നോക്കുക, കുറച്ചേരം ആദ്യം എടുക്കും വീഡിയോ, പിന്നെ ഞാൻ എടുക്കും. ഒരു ബാസ്ക്കറ്റും തന്നു ഒരു കയറുമ്പോൾ തന്നെ. അപ്പൊ അവിടുന്ന് എന്തൊക്കെയാ അടുത്തേന്നൊന്നും ഇപ്പൊ കാണിക്കണില്ല, ഈ വീഡിയോന്റെ ലാസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നല്ല നല്ല ബ്രേസ്ലെറ്റ് എല്ലാം ഉണ്ട്, 20 റുപ്യ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് നോക്കിയപ്പോ ഒരു ഷോപ്പിൽ എല്ലാ ആൾക്കാരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ കയറി നോക്കി. ഇതൊരു മാതിരി ത്രിഫ്റ്റഡ് ഷോപ്പാന്ന് തോന്നുന്നു, ഒറ്റവർക്ക് യൂസ് ആക്കി അങ്ങനത്തെ. വേറെന്തോ വിചാരിച്ചിട്ട് കയറിയതാണ്. പിന്നെ അങ്ങനെ ഇറങ്ങി. പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ നല്ല ചെരുപ്പിന്റെ മാത്രം ഒരു സ്ട്രീറ്റ്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ബാണ്ടെങ്കിലും ഇലേ നടക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് സ്റ്റോപ്പായി പോകും. എല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റൂ. വെറുതെ നിന്നിട്ട് ഇങ്ങനത്തെ അതെല്ലാം നോക്കിയിട്ട് നിൽക്കുക. അപ്പൊ ഓരോ ഷോപ്പിന്ന് വരൂ, എന്താ വേണ്ടേ മാഡം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് സ്ഥലം വിടൂ. വെറുതെ നോക്കാൻ നിന്നതാണല്ലേ. പിന്നീട് ഇങ്ങനെ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ പാർട്ടി വെയർ ആണ്. അതിന്റെ നിക്കാനെല്ലാം ഞാൻ ഇടുന്നായിരുന്നു എടുത്ത്. എന്തായാലും ഒറ്റ യൂസ് അല്ല, നല്ല വില കുറവിനും കിട്ടൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ ഓഫീസ്ക്ക് ഇടാൻ പറ്റുന്ന അങ്ങനത്തെ എല്ലാം മേടിക്കാൻ ഒരു ഷോപ്പ് കയറിയിട്ടുണ്ടായി. അവിടുന്ന് 2-3 വെറുതെ നോക്കിയാണ്. ഞാൻ എടുത്തതല്ല, എന്തായാലും വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് വരെ നോക്കുക. പിന്നെ നമ്മൾ കയറിയത് മുതലായ ഒരു ഷോപ്പാണിത്. നല്ല നല്ല ജീൻസിന്റെ, ജീൻസിന് വെറും 350 റുപ്യ ഉള്ളൂ. അങ്ങനെ ഇല്ലാത്ത കളറും ഇല്ലാത്ത മോഡലൊക്കെ നമ്മൾ രണ്ടാൾ കുറെ ഭാരി കൂട്ടീന്. പിന്നെ അത് ഈ ഷോപ്പിൽ പോയിട്ട് ആദ്യം പറയണ്ടേ ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിലെല്ലാം കൊടുക്കാന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ഇടത്തും കൊണ്ട് നമുക്ക് അവിടുന്ന് നല്ല ഡിസ്കൗണ്ട് ആയി കിട്ടീനി. ഈ ഷോപ്പിന് എന്തായാലും നിങ്ങൾ പോകുമ്പോൾ നോക്കണം കേട്ടോ, മിസ് വാവ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നല്ല നല്ല ജീൻസിന് 350 റുപ്യ ഉള്ളൂ. പിന്നെ ഈ കമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ബാക്കിൽ തന്നെ കുറച്ച് നല്ല പോഷ് ഏരിയ ഉണ്ട്. ഇവിടെ പിന്നെ വലിയ വലിയ ബ്രാൻഡഡ് ഷോപ്പുകളും സ്റ്റോറുകളും ഒക്കെ ആണ്. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അങ്ങനത്തെ നല്ല നല്ല ഏരിയ ഉണ്ട്. വെറുതെ അവിടെ കണ്ട ഒരു ഷോപ്പ് കയറിയിട്ട് നമ്മൾ കുറച്ച് നോക്കിയിട്ടെല്ലാം ഉണ്ടായി.
നമുക്ക് പിന്നെ ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മളെ സ്ട്രീറ്റ് മതി. പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുമ്പിൽ സുഡിയോ ഉണ്ട്. ഈ സുഡിയോ എന്താണെന്നറിയില്ല, എവിടെ കണ്ടാലും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി തോന്നും. പിന്നെ അന്നാണെങ്കിൽ നല്ല വെയിലും ചൂടും ഒന്നുമില്ല, നല്ലൊരു കാമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അത് നമ്മൾ രണ്ടാളിങ്ങനെ സുഡിയോക്ക് കയറി. വരികയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വരിക, ഒരു അർജൻറ്റും ഇല്ല, എത്ര വേണമെങ്കിലും നടക്കാനും റെഡിയാണ്. സുഡിയോ നല്ല അഫോർഡബിൾ ഓപ്ഷനാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് എന്തൊക്കെയോ നോക്കിയിട്ട് കുറച്ച് ടീഷർട്ടും പെർഫ്യൂം ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായി. അങ്ങനെ നടന്ന് സമയം 2 മണി. അപ്പൊ നമ്മള് സുഡിയോന്റെ തന്നെ മുന്നിൽ അവിടെ ഇരുന്നിട്ട് നമ്മളെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ തിന്നുന്നുണ്ട്. ആൾക്കാർ വിചാരിക്കും ഇരിക്കുന്നത് വേറെ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ലെന്ന്. നമ്മളൊന്നും മൈൻഡാക്കിയിട്ടില്ല, നമ്മൾ ഇരുന്ന് കൊടുന്ന സാധനം തിന്ന്. അല്ലെങ്കിൽ എല്ലാം കുറച്ച് നടക്കുമ്പോക്ക് കാൽവേന എടുക്കണം. നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നേ ഇല്ല, ഇനിയും ബാ പോകാ, വേഗം തിന്ന് പോകാ പറഞ്ഞിട്ട് പിന്നെ ഒരു ഷോപ്പ് കണ്ടട്ടോ, നല്ല ഇങ്ങനെ ഓഫ് വൈറ്റ് കളർ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് നല്ല കാണാനേ നല്ല രസമുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് അതിന്റെ പ്രൈസും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് വരെ നോക്കുക. നമ്മൾ ആ ഡ്രസ്സ് പറഞ്ഞപ്പോ ചേച്ചിക്ക് ആ ഡ്രസ്സ് ഇഷ്ടമായി. എന്നിട്ട് അത് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട്, ഈ അച്ഛന്ത ഇതേന്ന്. അങ്ങനെ അവിടുന്ന് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് പിന്നെ അത് ഇങ്ങനത്തെ എല്ലാം കാണുന്നോടത്ത് എന്തായാലും സ്റ്റോപ്പ് ആവുമല്ലോ. പിന്നെയോ അവിടെ നിന്നെല്ലാം നോക്കിക്കൊണ്ടുണ്ട്. അപ്പത്തിന് നമുക്ക് കുറച്ച് ദാഹിക്കാൻ തുടങ്ങിയത്. അതെല്ലാം ഒരു 4 മണി ആയിട്ടോ. അപ്പൊ ഒരു വാട്ടർമെലൺ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ മേടിച്ച് കുടിച്ച് എനിക്കൊരു ഫോൺ കേസ് നോക്കാൻ പോയതിൻ്റെ അവിടെ ഒരു ഗ്ലാസ് എല്ലാം ഉണ്ട്, അതെല്ലാം വെറുതെ ഇട്ട് നോക്കി. ഇങ്ങനത്തെ നല്ല ബെൽറ്റ് എല്ലാം ഉണ്ട്, യൂസ് ആക്കണവർക്കെല്ലാം നല്ല രസമാണ്. പിന്നെ അവിടുന്ന് കുറച്ച് എന്തൊക്കെയോ നോക്കിയിട്ട് എനിക്കൊരു ചെരുപ്പ് വേണമായിരുന്നു. അവിടുന്ന് ഒരു ചെരുപ്പ് കൊടുത്തു, ഓഫീസ്ക്കെല്ലാം ഇടാൻ പറ്റണം അങ്ങനത്തെ. അങ്ങനെ നമ്മൾ പോകാനായി. റിട്ടേൺ പോകുമ്പോൾ 6 മണിയായിട്ടുണ്ടായി. അങ്ങനെ അതാ ബാഗ് നിറച്ചു സാധനങ്ങളുമായിട്ട് നമ്മൾ രണ്ടാളും ഇങ്ങനെ പോകണം. ആട്ടോ കയറുമ്പോൾ എൻ്റെ ആ തല ആട്ടമൊന്ന് നല്ലൊന്ന് കുത്തിയിട്ടുണ്ട്, ഇനി നല്ല വേദനയായി. അപ്പതാ ഒരു ലോഡ് സാധനം. അപ്പൊ നമ്മള് വരുമ്പോ എന്തെല്ലാം മേടിച്ച്, നൂഡിൽസ് അല്ല, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഇതൊരു അടിപൊളി സെറ്റ്, ഇത് ഉമ്മാക്ക് എടുത്തേ. പിന്നെ എത്രയായിരുന്നു? 1500. സൈഡ് ഓപ്പൺ ഉണ്ട്. ഷോളും പാൻറ്റും ഷോളും. ഇതൊന്നും ഉമ്മാന്റെ. നെക്സ്റ്റ് ഒരു മാറ്റ് നമ്മളവിടേക്ക് ഇടാൻ വേണ്ടിയിട്ട് മറിച്ച്. നല്ല ലെതറിന്റെ സാധനം, 800 രൂപ കിട്ടി. നല്ല സാധനം, ഇവിടെ സോഫ്റ്റും ഇവിടെ ലെതർ. അപ്പൊ ഇട്ട ഗ്രിപ്പിലുണ്ടാവും നല്ല. ഇത് ഇങ്ങനൊരു പീസ് ചൂടി അല്ലണ്ട്. ഇത് 3 പീസ് ആണ്. ഇനി പാൻറ്റും നെട്ടിപ്പോയി ചൂടിട്ട്. ഇത് ഓഫീസിലെല്ലാം ഇടാൻ വേണ്ടിട്ട് ഒരു ഷോർട്ട് കുർത്തി എടുത്തേ. ഈ കളറേ ഇല്ല, ബ്ലൂ കളർ ഡ്രസ്സേ ഇല്ല. അപ്പൊ ഇപ്രാവശ്യം ഒരു ബ്ലൂ കളർ എടുത്ത്. എഗെയിൻ ഒരു ബ്ലൂ. ഇതിന്റെ നെക്കെല്ലാം നല്ല രസം കേട്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇടും. ഇതിനെത്രയായിരുന്നു? എല്ലാം ഷോർട്ട് കുർത്തിക്കെല്ലാം 250. സെലിത്താത്താക്ക് എടുത്തേ, സെലിത്താത്താക്ക്. ഇതും ഒരു ഷോർട്ട് കുർത്തി. ഇതിന്റെ നെക്കെല്ലാം നല്ല, എല്ലാം 250. ഇതിൽ സെമിത്താത്താക്ക്. സെമിക്കും എനിക്കും സെയിം പാറ്റേൺ, ഇങ്ങനെ കെട്ടണ പോലത്തെ. ഇത് ഈ ഷോർട്ട് കുർത്തിക്കെല്ലാം ഇടാൻ വേണ്ടിട്ട് ജീൻ എടുത്ത്. ഈ ജീനും ഈ ടോപ്പും നല്ല മാച്ച് ഉണ്ടാവും. നോക്കിട്ടേ ഇതൊരു പാന്റ്, ഇത് രണ്ട്. ഇത് എന്റേത്, എനിക്ക് ഈ കളർ ജീൻ ഉണ്ടായിട്ടില്ല. അപ്പോ ഇതല്ലേ ത്രിഫ്റ്റഡ് ഷോപ്പ്, ഹോൾസെയിൽ
ഹോൾസെയിൽ റേറ്റിന് കൊടുക്കണ്ടായത്. നല്ല രസമുണ്ട്. പോകുകയാണെങ്കിൽ ഇവിടെ പോകാം. മിസ് വൗ. നെക്സ്റ്റ് എനിക്ക് ഓഫീസ്ക്ക് ഞാൻ ഹീൽ സൈഡല്ലേ, നീളം കുറച്ച് ജാസ്തി ആയതുകൊണ്ട്. അപ്പൊ ഇത് എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായതെല്ലാം ഒന്ന് പൊട്ടി പൊട്ടി പോയി. അപ്പൊ ഒരു ഹീൽസ് എടുത്ത്. പിന്നെ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷർട്ട്, ബാക്കിൽ ഇങ്ങനെ കെട്ടണതെല്ലായിട്ട് നല്ല രസമുണ്ട്. ഇതെല്ലാം ഓഫീസ്ക്ക് ഇടാനാണ്. ഓഫീസ്ക്ക് ഞാൻ ഡ്രസ്സെല്ലാം ഒന്നും മേടിക്കാണ്ട് കുറേ ആയി. അപ്പൊ ഇപ്പൊ പോയത് തന്നെ അങ്ങോട്ട്. പിന്നെ എത്രയായിരുന്നു ഇത്? ഇങ്ങനൊരു ഷർട്ട്. ഇത് നല്ല രസമുണ്ടല്ലേ. ഇത് ഇങ്ങനത്തെ ഒന്നും കളർ ഇല്ല എൻ്റെ അടുത്ത്. അപ്പൊ ഇങ്ങനത്തെ ഇല്ലാത്ത കളർ എടുത്ത്. പിന്നെ ഒരു ബ്ലാക്ക് ജീൻ. ബ്ലാക്ക് ജീൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു ബ്ലാക്ക് ജീൻ. ഇത് മിഥുവിന്റെ ജീൻ ബ്ലാക്ക് ചെയ്യും. അപ്പൊ ഇത് നമ്മളെ രണ്ടാളത് നമ്മള് ട്വിന്നിങ് ആക്കും. ഇത് നല്ല ഓവർ സൈസ്ഡ് ടീഷർട്ട് മിഥുവിനടുത്ത്. ഇതിനല്ല 350. ഇത് നല്ല ബോയ്സിന്റെ കളക്ഷൻ അവിടെ കുറച്ച് കുറവാണ്. ഗേൾസിന് ബാണ്ട് എത്ര ഉണ്ടാവും. രാവിലെ പോയിട്ട് നമ്മൾ എത്ര മണിക്ക് പോയത്? 11 മണിക്ക് പോയിട്ട് 6 മണിക്ക് നമ്മൾ വന്നു. അതുവരെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്നു. മേടിച്ചതാണ് വാച്ചസ്. കയ്യിലിട്ട് കാണിക്കല്ലോ. ഇതെല്ലാം 250 ഉള്ളൂ. നല്ല രസമുണ്ട്. നല്ല നല്ല കുറച്ച് അങ്ങനത്തെ ഒരു കമ്മൽ സെമീനത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ ഓൾ എല്ലാത്തിനും അതാ ഇടുക. അപ്പൊ എനിക്ക് ചോദിക്കാനും പറ്റൂല്ലോ. അവളോട് 200 റുപ്യക്ക് കൊടുത്തു. അല്ല 200 റുപ്യ അല്ലേ. 2 മാല. ഇവിടുന്ന് 2 സ്പ്രേ. ഇതൊന്ന് എന്താ പെണ്ണുങ്ങളുടെ അല്ലേ. ഇത് വുമന്റെയും അങ്ങനൊന്നും ഇല്ല. എല്ലാവർക്കും ഒരു ബോഡി മിസ്റ്റും. നല്ല രണ്ടും നല്ല മണം. ഇത് മുട്ടായി മണം. നല്ല മണം. കുട്ടിക്ക് ഒരു സാധനം ഉണ്ടേ. ദുവ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ സ്കൂളിൽ പോകാൻ പോവുകയാണ്. അപ്പൊ ദുവക്ക് എന്റെ വക ഒരു ബാഗ്. ഞാൻ അതും മേടിച്ചിട്ടുണ്ടായി. അപ്പൊ ദുവക്കും ഒന്ന് മേടിച്ച്. നല്ല രസമുണ്ട്. പിങ്ക് പിങ്ക്. എന്തെടുത്താലും 10, എന്തെടുത്താലും 20. അങ്ങനത്തെ ഒരു പീടി ഉണ്ടായി. ആടെ പോയിട്ട് കുറച്ച് സാധനം എടുത്ത്. ഇതോടെ ക്ലിപ്പ് 4 ക്ലിപ്പ് എടുത്തിന്. 1 2 3 4 ക്ലിപ്പ്. ഇത് ഒന്ന് ആദ്യന്റെ ഉണ്ട്. ക്യൂട്ട് ക്യൂട്ട് സാധനം ഇവിടെ കുത്തുന്ന. ഇനി 10 റുപ്യ അല്ലേ. ഇനി ഒന്നിന് 10 റുപ്യ. അയ്യോ അങ്ങനെ കാണുന്നില്ല. ഇങ്ങനെ തൂക്കിടും. എവിടെ പോയി? കുട്ടിയൊക്കെ ആവുമ്പോട്ട് മേടിച്ചേ ഉണ്ടായിട്ടുള്ള ഒരു ചേർക്കും ഷീറ്റ് മേടിച്ചിനി. എത്ര റുപ്യ? 2995 റുപ്യക്ക് 2 ബെഡ്ഷീറ്റ്. ഒന്നും നോക്കിയിട്ടില്ല. കുറച്ച് റിച്ച്. അതെല്ലാം ചീപ്പിന് വാങ്ങിയപ്പോ ഇത് 2 ബെഡ്ഷീറ്റ് 2995 റുപ്യക്ക് വെച്ച്. ഇനി എത്രയും കൊടുത്ത നമ്മള് 800 റുപ്യ. 800 റുപ്യ തുറന്നു നോക്കാം. നല്ല തുണിയില്ല. 2 ബെഡ്ഷീറ്റ്. അപ്പൊ ഇത്രയും സാധനം നമ്മള് കമേഴ്ഷ്യൽ സ്ട്രീറ്റിക്ക് രാവിലെ 11 മണിക്ക് പോയിട്ട് 6 മണി വരെ മേടിച്ച സാധനങ്ങളാണ്. പിന്നെ ആദ്യം കുറച്ചുണ്ട് എടുത്തിന്. അത് വെറുതെ ഇങ്ങനെ കാണിച്ചു തരാം. 1 2 3 ജീൻസ്. 1 2 ആദ്യം ഇപ്പായിട്ട് പോയിട്ട് വന്നില്ല. അതിനോട് ഇത്രയും കൊണ്ട് ഒതുക്കി. ഇത്രയുള്ളൂ. അപ്പൊ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ബാർഗെയിൻ ആക്കിയാൽ എല്ലാം കുറച്ച് കിട്ടും. ഒരു ഫസ്റ്റ് ഒരു റേറ്റ് പറയൂ. നമ്മള് ഫസ്റ്റ് അതിനെ കുറച്ച് ചോദിക്കുക. അതിന് ഒരു 50 റുപ്യ മാത്രം കുറച്ചായാലും ഒരു അതിൽ ഫിക്സ് ആവും. അപ്പൊ
നല്ല കുറച്ചിട്ട് പിന്നെ 50 കൂട്ടിയിട്ട് വന്നാൽ മതി. പിന്നെ ഇന്ന് പോകുമ്പോ അത്ര റഷ് ഒന്നും ഉണ്ടായിട്ടില്ല. സീസൺ ടൈമിൽ പോയാൽ ഭയങ്കര റഷ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഞായറാഴ്ചയും പോയാലും ആവില്ല. ഇന്ന് പിന്നെന്ത് പോകുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എടുത്ത് എന്തെങ്കിലും ഒന്ന് ഇഷ്ടമായില്ലെങ്കിൽ ഏത് ഷോപ്പ് നടത്തുന്നെല്ലാം അറിയണമെങ്കിൽ കമന്റ് ആക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. എല്ലാരും പോയി നോക്കുക. വെറുതെങ്കിലും നല്ല രസം. അങ്ങനെ വെറുതെ ഇവിടുന്ന് അതിലെ ഗേൾസിനെല്ലാം ഇഷ്ടമാവും വെറുതെ എല്ലാ ഷോപ്പ് കയറുക ഇറങ്ങുക ചെയ്യാനൊക്കെ. മിഥുൻ്റെ കൂടെ പോയാലാവില്ല കേട്ടോ. ഒരു അരമണിക്കൂർ ആകുമ്പത്തിന് പോകാ പറയും. ഞാൻ ആദ്യം കൂട്ടിയിട്ട് പോയിട്ടുണ്ടതിനെ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ആക്കുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.